ഹായ് ഫ്രണ്ട്സ്, കുട്ടി ബേബീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നത്തെ വീഡിയോയുമായി വന്നിരിക്കുന്നത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കാനാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പവും സാമ്പാറുമാണ്. പൊതുവേ ഞാൻ അപ്പത്തിനോടൊപ്പം കറിയായിട്ട് ഉപയോഗിക്കുന്നത് പൊട്ടാറ്റോ കറിയോ അല്ലെങ്കിൽ ടൊമാറ്റോ കറിയാണ്. ഇന്ന് ഞാൻ സാമ്പാറാണ് എടുത്തിരിക്കുന്നത്. ഒരു വെറൈറ്റി ആരും ആഗ്രഹിക്കാത്ത അല്ലേ? അപ്പോഴും നമുക്ക് അപ്പത്തിനെടുത്തതിൻ്റെ ബാക്കി മിച്ചം വരുന്ന മാവ് ഞാൻ എന്താണ് ചെയ്യുന്നത്, ഒരു ഈവനിങ് സ്നാക്സ് പോലെ സാധാരണ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് മാവ്, ഇതിനു വേണ്ടി കുറച്ച് മാവ് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട് മധുരത്തിന് വേണ്ടി. നമ്മൾ അപ്പത്തിന് മാവ് കലക്കുമ്പോൾ തന്നെ അതിൽ കുറച്ച് പഞ്ചസാര ചേർക്കാറുണ്ട്. പക്ഷേ അത് ഒരു മധുരം കാണത്തില്ല. നമുക്ക് ചായയുടെ കൂടെയാലും കഴിക്കുമ്പോൾ ഒരു മധുരം തോന്നണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ നമ്മൾ ചേർത്തെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പഞ്ചസാരയോടെ ചേർത്ത് കുറച്ച് ജീരകം, ഇതിന് ഞാനന്ന് തേങ്ങ കൊത്തി എരിഞ്ഞ് നമ്മൾ വറുത്ത് അങ്ങനെ ചേർക്കുന്നില്ല. അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടി, മുന്തിരി അങ്ങനെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ജീരകം ചേർത്തത്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാര അലിഞ്ഞ് വരാൻ ഇത്തിരി താമസമുണ്ട്. അപ്പം നല്ലതുപോലെ നമ്മൾ ഇളക്കി ഇങ്ങനെ കറക്കിയിരിക്കണം അപ്പോൾ കേട്ടോ. അടുത്തൊരു പാത്രം ഞാൻ വെച്ചിട്ടുണ്ട്. പാത്രത്തിൽ വെള്ളം നനവുണ്ട്. വെള്ളം നനവൊക്കെ നമ്മളിങ്ങനെ നല്ലപോലെ കളഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് നെയ്യ് തേച്ച് കൊടുക്കാം. ഇതിനകത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണേ. അപ്പം ഞാനിവിടെ നെയ്യ് പുരട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം പാത്രത്തിൻ്റെ മൊത്തത്തിൽ എല്ലാ സൈഡിലെല്ലാം നല്ലതുപോലെ പറ്റണം. അങ്ങനെ നമ്മളിതാ ഇവിടെ നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട് പാത്രത്തിൽ. അടുപ്പത്ത് ഞാനൊരു ഇഡലിക്കൂട്ടത്തിൽ വെള്ളം ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. അതുപോലെ ഇഡലിത്തട്ടാണെങ്കിൽ ചെറുതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ഇഡലിക്ക് നേരെയല്ലേ വെക്കുന്നത്, ഇത് ഞാൻ കമഴ്ത്തിയാണ് വെക്കുന്നത്. വെള്ളം ഒന്ന് നല്ലതുപോലെ വെട്ടിത്തിളയ്ക്കട്ടെ. വെട്ടിത്തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് മാവൊന്ന് ഇളക്കി കൊടുക്കാം. എന്നാൽ ഞാൻ വീണ്ടും നല്ലതുപോലെ ഇട്ട് കലക്കി ഇരിക്കുകയാണ്. പഞ്ചസാര എല്ലാം നല്ലതുപോലെ അലിഞ്ഞെന്ന് തോന്നുന്നു. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങൾ ഇതുപോലെ അപ്പത്തിൻ്റെ മാവ് ബാക്കി വരുമ്പോൾ ഇതുപോലെയാണോ ചെയ്യുന്നത്, അത് ഫ്രിഡ്ജിലാണോ വെക്കുന്നത്, നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. ഇനി ഞാനിവിടെ പാത്രത്തിൽ നെയ്യെല്ലാം പുരട്ടി വെച്ചിരിക്കുന്നതിൽ ഈ മാവ് ചരിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ മാവും ഈ പാത്രത്തിലോട്ട് ചരിച്ച് ഞാൻ ഒഴിച്ചു. നമുക്കിതിൽ നിന്ന് തവിയൊക്കെ ഇട്ടത് മാറ്റാം. കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏറ് തട്ടുന്ന പോലെ ഞാൻ തട്ടുന്നൊന്നുമില്ല കേട്ടോ. ഇതുപോലെ തന്നെ നമ്മൾ ഇഡലി തട്ടത്തിലേക്ക് വെക്കത്തേ ഉള്ളൂ. വെള്ളം നല്ലതുപോലെ വെട്ടിത്തിളയ്ക്കട്ടെ. അതിനുശേഷം നമുക്കിത് വെച്ച് കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വെള്ളം ഇവിടെ ഒന്ന് നോക്കാം, തുറന്ന് നോക്കാം. വെള്ളം നല്ലതുപോലെ വെട്ടിത്തിളച്ചിട്ടുണ്ട്. ആവിയൊക്കെ വന്നത് കാണാനുണ്ട്. നമുക്കിനി നമ്മളിവിടെ ഒഴിച്ചു വെച്ചിരിക്കുന്ന മാവ് ഇതിലിറക്കി വെച്ച് കൊടുക്കണം. എൻ്റെ പാത്രം ഒരു സൈഡ് ചരിഞ്ഞാണ് ഇരിക്കുന്നത്, ലെവലല്ല. എന്നാലും ഒരുവിധം കുഴപ്പമില്ലാതെ ഇരിപ്പുണ്ട്. ഞാൻ ലെവൽ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പെടുത്ത്, ഇഡലിക്കൂട്ടത്തിൻ്റെ അടപ്പെടുത്ത് അടയ്ക്കാം. ഒരു 20-25 മിനിറ്റ് ഒന്ന് ആവിയിൽ ഒന്ന് വെന്ത് വരട്ടെ. നമുക്കിവിടെ ഇഡലിക്കൂട്ടത്തിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. എന്ത് വന്നിട്ടുണ്ട്. നമുക്ക് സംശയമുണ്ടെങ്കിൽ നമുക്ക് ഞാൻ ഇവിടെ പപ്പടം കുത്തിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കുത്തി നോക്കുന്നുണ്ട്. പക്ഷെ മാവൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. എല്ലാ സൈഡും ഞാൻ നോക്കി, നല്ലതുപോലെ വെന്തിട്ടുണ്ട്. പച്ചമാവിൻ്റെ ഒരംശം കൂടി കാണാനില്ല. അപ്പം നമ്മുടെ ഇതിന് മുകളിലാണെങ്കിൽ എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്യാനുള്ളവർക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തന്നെ നമുക്ക് വെക്കാം. ഞാൻ ഇവിടെ ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ ഓപ്പൺ ചെയ്ത് നോക്കാഞ്ഞത്. ഇപ്പോൾ ദാണ്ട കണ്ടില്ലേ, സൈഡൊക്കെ താണ്ട നെയ്യ് തേച്ചിന് ഇളകി വരുന്നുണ്ട്. വെട്ടൊന്നും വന്നിട്ടില്ല. നല്ല ഒരു റൗണ്ടിൽ നമ്മൾ പറയും വട്ടയപ്പം എന്ന് പറയും. അപ്പം നല്ല വട്ടയപ്പം അല്ലെങ്കിൽ ഒരപ്പം എന്നൊക്കെ പറയാം. കിണ്ണത്തപ്പത്തിൻ്റെ ഒരു ഏകദേശ രൂപത്തിലിരിക്കും. നോക്കുന്നത് നല്ല സോഫ്റ്റാണ്. നല്ലതുപോലെ ഇളം കരിക്കൊക്കെ ചേർക്കുകയാണെങ്കിൽ ഇതിനേക്കായി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പക്ഷെ ഞാൻ എന്നും ഉണ്ടാക്കുന്നതിൽ നിന്നും അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. കരിക്ക് നല്ലോണം ചേർക്കാമെങ്കിൽ നല്ലതുപോലുള്ള സോഫ്റ്റായിട്ടുള്ള അപ്പം കിട്ടും. അപ്പം ഞാൻ ഇങ്ങനെയാണ് അപ്പത്തിൻ്റെ മാവ് ബാക്കി വരുമ്പോൾ ചെയ്യാറുള്ളത്. നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. 4 മണി പലഹാരമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.